അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ സ്റ്റഡീസ് ആണ് നോക്കുന്നത്. സോഷ്യൽ സ്റ്റഡീസിലെ 3rd ചാപ്റ്റർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ വെതറിങ് വരെ പഠിപ്പിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? വെതറിങ് വരെ പറഞ്ഞായിരുന്നു. വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഹാവ് ലേൺഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ്. റോക്സ് പലതരം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം റോക്സിൽ ചേഞ്ചസ് ഉണ്ടാവും. സച്ച് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് റോക്സ്, അങ്ങനെയുള്ള ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷനെയാണ് വെതറിങ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വെതറിങ്ങിൻ്റെ കാരണമായിട്ട് റോക്സിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ മാറുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ വെതറിങ് 3 ടൈപ്സ് ആണെന്ന് പഠിച്ചു. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതറിങ് ആൻഡ് ഹ്യൂമൻസ്. വെതറിങ്ങും ഹ്യൂമൻസും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നോക്കുന്നത്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. അപ്പോൾ ഈ ഫിഗർ 3.4 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പിക്ചേഴ്സ് ഒന്ന് നോക്കാനും. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലെഡ് ടു ദ വെതറിങ് ഓഫ് റോക്സ്. അപ്പോൾ ഈ റോക്സിന് വെതറിങ് നാച്ചുറലായിട്ട് സംഭവിക്കും. പിന്നെ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും വെതറിങ് സംഭവിക്കാറുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വെതറിങ്ങിൻ്റെ അതാണ് ആ പിക്ചേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യം കാണുന്നത്? ഒരാൾ കല്ല് അടിച്ചു പൊട്ടിക്കുന്നു. പിന്നെന്താണ്? കോറിയിങ് ആണ്. കോറിയിങ് കാരണമുള്ള സംഭവമില്ലേ കൊടുത്തിരിക്കുന്നത്. മണ്ണെടുക്കുന്നു. അതെല്ലാം വലിയ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലെഡ് ടു ദ വെതറിങ് ഓഫ് റോക്സ്. എന്തൊക്കെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് റോക്സിൻ്റെ വെതറിങ്ങിന് കാരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലെഡ് ടു വെതറിങ് ഓഫ് റോക്സ് എന്തൊക്കെയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അവർ തന്നിട്ടുണ്ട്, എന്താണ്? കോറിയിങ്. ഒന്നാമത്തേന് കോറിയിങ് എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം? ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. എന്ത് പറയാം? ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് രണ്ടാമത്തെ പോയിന്റ്. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് കോറിയിങ്, സെക്കൻഡ് പോയിന്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, തേർഡ് പോയിന്റ് എന്ത് വരും? മൈനിങ്. തേർഡ് പോയിന്റ് മൈനിങ്. ദെൻ ഫോർത്ത് പോയിന്റ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? കോറിയിങ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, മൈനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്. ഇത്രയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. വെതറിങ്ങിൻ്റെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം വെതറിങ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? കോറിയിങ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, മൈനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, വെതറിങ് ഹെൽപ്സ് ഹ്യൂമൻ ഇൻ മെനി വേസ്. അപ്പോൾ വെതറിങ് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? മിനറൽസ് ഇൻ റോക്സ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മിനറൽസ് ഇൻ റോക്സ് ഗെറ്റ് എക്സ്ട്രാക്റ്റഡ്. റോക്കിലുള്ള മിനറൽസ് എക്സ്ട്രാക്റ്റ് ആവും വെതറിങ് കാരണം. ഹെൽപ്സ് ഇൻ മൈനിങ്. മൈനിങ്ങിന് സഹായിക്കും. ഖനനങ്ങൾക്കൊക്കെ മനുഷ്യരെ സഹായിക്കുന്നതാണ്. കോസസ് സോയിൽ ഫോർമേഷൻ. വെതറിങ് കാരണം സോയിൽ ഫോം ചെയ്യും. അതൊക്കെ വെതറിങ്ങിൻ്റെ ഹെൽപ്പ് ഗുണങ്ങളാണ്. മനുഷ്യനെ ഉള്ള ഗുണങ്ങളാണ് ആ 3 ചോദിച്ച് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ ഇവോൾവ്. എങ്ങനെ സോയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വെതറിങ് മൂലം സോയിൽ ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ആ സോയിൽ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോയിൽ ഈസ് എ നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് യു ആർ വെരി ഫെമിലിയർ വിത്ത്. സോയിൽ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ റിസോഴ്സ് ആണ്. നമുക്കറിയാവുന്ന ഒരു പ്രകൃതിയുടെ ഒരു വരദാനമാണ് എന്ന് പറയുന്നത് സോയിൽ. ഹൗ ഈ സോയിൽ ഫോംഡ്. എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നതെന്ന്. The soil we see today is formed by prolonged processes like weathering of rocks and decomposition of organic matter. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന സോയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? is formed by prolonged processes like weathering of rocks. റോക്സിൻ്റെ, അതായത് പ്രൊലോങ്ഡ്, വളരെ കാലത്തെ എന്താണ് പ്രവർത്തനത്തിൻ്റെ ഫലം. എന്തോ പ്രവർത്തനം? വെതറിങ് ഓഫ് റോക്സ്. റോക്സിൻ്റെ വെതറിങ്ങും പിന്നെ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്തിട്ടുമാണ് എന്തുണ്ടാവുന്നത്? സോയിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത്.
It is estimated that more than 1,000 years is required for the formation of an inch thick layer of soil. അപ്പം 1 ഇഞ്ച് തിക്ക് ലെയർ ഓഫ് സോയിൽ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1000 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, സോയിൽ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു സൈഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പെഡോളജി. എന്താണ് പെഡോളജി? പെഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സോയിൽ. സോയിലിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്, പെഡോളജി എന്ന് പറയുന്നത്. ദ സയൻറ്റിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ബ്രാഞ്ച് ആർ കോൾഡ് പെഡോളജിസ്റ്റ്. അപ്പം ഈ പെഡോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാസ്ത്രജ്ഞരെ പറയുന്ന പേരാണ് പെഡോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ ഫ്രം ദ ഫോളോയിങ് ഡയഗ്രാം. അപ്പം എന്തൊക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെ സാഹചര്യങ്ങളാണ് സോയിൽ ഉണ്ടാവാൻ സാധ്യമായിട്ടുള്ള എന്തൊക്കെ സാഹചര്യങ്ങളാണെന്ന് നോക്കാം. ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പേരന്റ് റോക്ക്, ടൈം, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിനു സഹായിക്കുന്നത്, സോയിൽ ഫോർമേഷന് സഹായിക്കുന്നത്. എന്തൊക്കെയാണ്? ക്ലൈമറ്റ്, കാലാവസ്ഥ, ടോപ്പോഗ്രഫി, ദെൻ പേരന്റ് റോക്ക്, റോക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം, ടൈം, കാലം മാറുന്നതിനനുസരിച്ച്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇത്രയാണ് എന്തിന് ഫോം ചെയ്യാൻ സഹായിക്കുന്നത്, സോയിൽ ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡേറ്റ ഗിവൺ ഇൻ ദ എബോ ഡയഗ്രാം. മേളിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, പേരന്റ് റോക്ക്, ടൈം. ഇത്രയും എന്തിന് കാരണമാകുന്നു, സോയിൽ ഫോം ചെയ്യാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെ ആണ് സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെന്റ്. അപ്പോൾ ക്ലൈമറ്റിനകത്ത് വരുന്നതാണെന്ത്, സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെന്റ്സ്. കോൾഡ് എൻവയോൺമെന്റ്സിലാണെങ്കിൽ, ഇപ്പോൾ തണുത്ത പ്രതലത്തിൽ എന്താണ്, സോയിൽ ഉണ്ടാവുന്നത് വളരെ കുറവാണ്. അപ്പം ചൂട് പ്രതലത്തിലാണ് എന്തുണ്ടാവുന്നത്, ക്ലൈമറ്റ് ഹോട്ട് ക്ലൈമറ്റ് ഉള്ള സമയത്താണ് എന്ത് ഉണ്ടാവുന്നത്, സോയിൽ ഫോം ചെയ്യുന്നത്. ടോപ്പോഗ്രഫി, സോയിൽ വിൽ ബി തിൻ എലോങ് സ്റ്റീപ്പ് സ്ലോപ്സ്. അപ്പം ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പ്രത്യേകതകൾ ടോപ്പോഗ്രഫി. ഇപ്പം മല, ചിലയിടത്ത് താഴ്വാരം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടോപ്പോഗ്രഫിക്കകത്ത് വരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സോയിൽ വിൽ ബി തിൻ എലോങ് സ്റ്റീപ്പ് സ്ലോപ്സ്. സ്റ്റീപ്പ് സ്ലോപ്സിലൊക്കെ എന്താണ്, ചരിവുകളിൽ സോയിൽ വളരെ തിന്നായിട്ടാണ് കാണപ്പെടുന്നത്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. The acid formed as a result of the decaying of plants and animals caused weathering of rocks. അപ്പം ആസിഡ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞത്, ആസിഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡീക്കേയിങ് ഓഫ് പ്ലാന്റ്സിൻ്റെയും ആനിമൽസും അഴുകി കഴിയുമ്പം, ചത്ത് അല്ലെ നശിച്ച് അഴുകി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആസിഡ് എന്തിന് കാരണമാകുന്നു, റോക്സിൻ്റെ വെതറിങ്ങിന് കാരണമാകും. നെക്സ്റ്റ്, പേരന്റ് റോക്ക്. The minerals in the soil and the structure of the soil depend on the rock from which it is formed. സോയിലിലെ മിനറൽസ് ഇൻ ദ സോയിൽ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ സോയിൽ. സോയിലിലെ മിനറൽസും സോയിലിൻ്റെ സ്ട്രക്ചറും ഘടനയും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, അത് ഏത് റോക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. പേരന്റ് റോക്കിനെ ആശ്രയിച്ചിരിക്കും സോയിലിൻ്റെ ഘടനയും അതിലടങ്ങിയിരിക്കുന്ന മിനറൽസ്. നമുക്കറിയാം പലതരത്തിലുള്ള റോക്കുകളുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സെഡിമെന്ററി റോക്ക് ഉണ്ട്, മെറ്റാമോർഫിക് റോക്ക് അതൊക്കെ പഠിച്ചില്ലായിരുന്നോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈം. The thickness and the structure of soil depends on time taken for its formation. അപ്പം സോയിലിൻ്റെ ഘടനയും അതിൻ്റെ ഘനം അതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, സമയം, അത് എത്ര സമയം എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. The time taken for its formation, അത് ഉണ്ടാവാൻ എടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു സോയിലിൻ്റെ ഘടനയും അതിൻ്റെ തിക്നെസ് എന്നും പറയുന്നത്. അപ്പം സോയിൽ ഫോർമേഷന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പേരന്റ് റോക്ക്, ടൈം, പ്ലാന്റ് ആൻഡ് ആനിമൽസ്. അതെങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പഠിക്കേണ്ട കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് രണ്ടും. ഓക്കെ, അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ആർ ഫോംഡ് ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ ഫാക്ടേഴ്സ് സച്ച് ആസ് ടോപ്പോഗ്രഫി ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ പലതരത്തിലുള്ള സോയിൽസ് ഉണ്ടാവുന്നുണ്ട്. ടോപ്പോഗ്രഫിക്ക് അനുസരിച്ചും ക്ലൈമറ്റിനനുസരിച്ചും പലതരത്തിലുള്ള സോയിൽ ഉണ്ടാവും.
You have learned about the different types of soil in India and in Kerala from the previous classes. നേരത്തെയുള്ള കൊച്ചു ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ സോയിൽ ടൈപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലും കേരളത്തിലും കാണപ്പെടുന്ന പലതരത്തിലുള്ള സോയിൽ ടൈപ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഴയ ക്ലാസ് നോക്കി ഏതൊക്കെ സോയിൽസ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ഈ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന സോയിൽ ഏതൊക്കെയാണ്? അലൂവിയൽ സോയിൽ കാണപ്പെടാറുണ്ട്, ലാറ്ററൈറ്റ് സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ. ബ്ലാക്ക് കോട്ടൺ സോയിലാണ് ഈ പരുത്തി കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. റെഡ് സോയിൽ, ഡെസേർട്ട് സോയിൽ, ഇതൊക്കെയാണ് എന്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന സോയിൽസ്. കേരളത്തിലും ഉണ്ട് അലൂവിയൽ സോയിൽ കാണപ്പെടാറുണ്ട്, ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടാറുണ്ട്, ബ്ലാക്ക് കോട്ടൺ സോയിലുണ്ട്, റെഡ് സോയിലുണ്ട്. പക്ഷെ കേരളത്തിൽ എന്തില്ല? ഡെസേർട്ട് സോയിൽ കാണപ്പെടാറ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഫില്ല് ചെയ്യുക. ഇനി സോയിൽ ഫോർ സസ്റ്റനൻസ്, അതായത് മണ്ണ് വേണം ജീവൻ നിലനിർത്താൻ. സോയിൽ ഫോർ സസ്റ്റനൻസ്. വിത്തൗട്ട് സോയിൽ ദർ വോണ്ട് ബി എനി പ്ലാന്റ്സ് ഓർ ആനിമൽസ്. സോയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ്സോ ആനിമൽസോ നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. ദ കേസ് ഓഫ് മാൻ ഈസ് നോട്ട് ഡിഫറെൻറ്റ്. മനുഷ്യന്റെ സ്ഥിതി എന്താണ്? വ്യത്യസ്തമല്ല. മനുഷ്യർക്കും എന്ത് വേണം? മണ്ണ് വേണം ജീവിക്കാൻ. സോയിൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് മേക്സ് ലൈഫ് ഓൺ ദ എർത്ത് പോസിബിൾ. സോയിൽ എന്ന് പറയുന്നത്, മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീവൻ നിലനിർത്താനായിട്ട്. ഭൂമിയിൽ ജീവൻ നിലനിർത്താനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? മണ്ണ്. You know that the green plants absorb nutrients from the soil and prepare food with the help of sunlight. നമുക്കറിയാവുന്ന കാര്യമാണ്. ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസിനെ സോയിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് അത് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യാറുണ്ട് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് ആണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഹ്യൂമൻ ആൻഡ് അതർ ആനിമൽസ് കൺസ്യൂം ദീസ് പ്ലാന്റ്സ്. അപ്പം ഹ്യൂമൻസും വേറെയുള്ള ആനിമൽസും ഈ പ്ലാന്റ്സിനെയാണ് ആഹാരമാക്കുന്നത്. When plants and animals die, പ്ലാന്റ്സും ആനിമൽസും മരിച്ചു കഴിയുമ്പോൾ they return to the soil. അത് എവിടെ തന്നെ ലയിക്കും? മണ്ണിൽ തന്നെ ലയിച്ചു ചേരും. Observe the function of a food chain and the importance of soil in it with the help of your teacher. അപ്പോൾ എന്താണ് ഫുഡ് ചെയിൻ? നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചതാണ്. അത് എവിടെ തുടങ്ങും, എവിടെ അവസാനിക്കും? തുടങ്ങുന്നത് പ്ലാന്റ്സിലായിരിക്കും, അവസാനിക്കുന്നത് മണ്ണിലുമായിരിക്കും. ഹാവ് എ ലുക്ക് അറൗണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ. What are the uses of soil? സോയിലിന്റെ യൂസസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡു യു സീ മെനി അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്? നിങ്ങൾ പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കണ്ടിട്ടില്ലേ? ഈസ് ദാറ്റ് ഓൺലി യൂസ് ഓഫ് സോയിൽ? അപ്പോൾ കൃഷിക്ക് വേണ്ടി മാത്രമാണോ നമുക്ക് മണ്ണ് വേണ്ടത്? ലിസ്റ്റ് ഓഫ് ദ യൂസസ് ഓഫ് സോയിൽ. അപ്പോൾ എന്തൊക്കെയാണ് സോയിൽസിന്റെ യൂസ്? മണ്ണിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് സോയിൽ എന്ന് എക്സാമിന് ചോദിക്കാം. അപ്പം 4 പോയിന്റ് എഴുതാനുണ്ട്. ഒന്ന് അവർ കൊടുത്തിട്ടുണ്ട്, എന്താണ്? ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്. അപ്പം നിർമ്മാണ മേഖലയിൽ നമുക്ക് എന്ത് വേണം? മണ്ണ് വേണം. അടുത്ത എന്താണ്? പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, മേക്കിംഗ് ക്ലേ പോട്ട്സ് ഉണ്ടാക്കാനായിട്ട് സോയിൽ വേണം. അടുത്ത പോയിന്റ് അഗ്രികൾച്ചറൽ പർപ്പസ്, അതും ഇവിടെ പടത്തിലുണ്ട്. അടുത്തത് മേക്കിംഗ് ഓഫ് ബ്രിക്സ് ഉണ്ടാക്കാനായിട്ട്, അതും പടത്തിൽ കൊടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഓർണമെന്റ്സ്. അപ്പോൾ എന്തിനൊക്കെ മണ്ണ് വേണം? ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്, മേക്കിംഗ് ക്ലേ പോട്ട്സ്, അഗ്രികൾച്ചറൽ പർപ്പസ്, മേക്കിംഗ് ഓഫ് ബ്രിക്സ്, മേക്കിംഗ് ഓർണമെന്റ്സ്. അപ്പോൾ യൂസസ് ഓഫ് സോയിൽ ചോദിച്ചാൽ ഇത്രയും എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നോക്കാം. പെരിഷിംഗ് സോയിൽ. അപ്പോൾ സോയിലിൽ എങ്ങനെയാണ് നാശം ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പെരിഷിംഗ് സോയിൽ ഗെറ്റ്സ് ഡിപ്ലീറ്റഡ് ഡ്യൂ ടു വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അപ്പം മനുഷ്യന്റെ പ്രവർത്തനം കാരണം സോയിലിന് എന്തുണ്ടാവും? ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ ദോഷങ്ങൾ? മനുഷ്യന്റെ എന്ത് പ്രവർത്തനം കൊണ്ടാണ് ദോഷം ഉണ്ടാകുന്നത്? സച്ച് ആസ് ഡീഫോറസ്റ്റേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് ആൻഡ് അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, കുന്നും മലയെല്ലാം ഇടിച്ചു നിരത്തി അവിടെ ഓരോന്ന് പണിയുന്നത്. ആൻഡ് അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, അശാസ്ത്രീയമായ കൃഷി രീതികൾ. പണ്ട് കാലത്ത് ജൈവവളങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് മണ്ണിന് ദോഷമുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇത് കാരണം മണ്ണിലുള്ള മണ്ണിരയും മറ്റ് ജീവികളും മരിച്ചു പോകുന്നു. യു നോ ദാറ്റ് ദ റൂട്ട്സ് ഓഫ് ട്രീസ് ഹോൾഡ് ദ സോയിൽ ലൈക്ക് എ നെറ്റ്. നമുക്കറിയാം മരത്തിന്റെ വേരുകളാണ് സോയിലിനെ ഒരു നെറ്റ് പോലെ പിടിച്ചു നിർത്തുന്നത്. മണ്ണിനെ പിടിച്ചു നിർത്തുന്നത് ഈ മരങ്ങളുടെ വേരുകളാണെന്ന് നമുക്കറിയാം.
Man is killing the soil by felling these trees and tilling the land for cultivating intensively without considering the environment. മനുഷ്യൻ മണ്ണിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കൊല്ലുന്നത്? മരങ്ങൾ വെട്ടി നശിപ്പിച്ചും ആൻഡ് ടില്ലിങ് ദ ലാൻഡ് ഫോർ കൾട്ടിവേറ്റിംഗ്, എന്താണ്, മെഷീൻസ് വെച്ച് ലാൻഡ്, എന്താണ്, നമ്മുടെ മണ്ണ് മൊത്തം ഇടിച്ച് മെഷീൻസ് വെച്ചിട്ട് നശിപ്പിച്ച് ചുറ്റുപാടും പ്രകൃതിയെ നോക്കാതെ കൊണ്ട് മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ സോയിൽ ആൻഡ് ഹ്യൂമൻസ്. നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചിട്ട് ഒരു നോട്ട് എഴുതാൻ. സോയിൽ ആൻഡ് ഹ്യൂമൻസ്, മണ്ണും മനുഷ്യനും എന്നതിനെ പറ്റി എന്താണ് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, താഴെ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. എന്താണ് നോക്കി, നോൺ ഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ. നമുക്കറിയാം നോൺ ഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മണ്ണിനോട് ലയിച്ച് ചേരാത്ത മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് എന്തിന് കാരണമാകുന്നു? സോയിൽ പൊല്യൂഷൻ, സോയിൽ പൊല്യൂട്ട് ആവാൻ കാരണമാകുന്നു. ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ആൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് സോയിൽ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം, രാസവളങ്ങൾ മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റുന്നു. അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആൻഡ് കോറിയിങ്, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും കോറിയിങ്ങും. യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസസ്. കൃഷിയിടങ്ങൾ എന്താണ്, കൃഷിക്കല്ലാതുള്ള ഉപയോഗിക്കുന്നു. ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടർ ഇൻ ടു സോയിൽ ഓൺ എ ലാർജ് സ്കെയിൽ. ഇതാണ് വേസ്റ്റ് വാട്ടർ മണ്ണിൽ കൂടി ഒഴുക്കി വിടുന്നത്. ഓവർ ഗ്രേസിങ്, എന്താണ്, മൃഗങ്ങളെ വിട്ട് ഓവറായിട്ട് എന്ത് ചെയ്യുന്നു, പുല്ലുകളെല്ലാം തീറ്റിക്കുന്നു. ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? സോയിലിൻ്റെ നാശത്തിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സോയിൽ പൊല്യൂഷന് കാരണമാകുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് us കൺസേർവ് സോയിൽ. നമുക്ക് സോയിൽ എന്ത് ചെയ്യാം? കൺസേർവ് ചെയ്യാം, സംരക്ഷിക്കാം. നോക്കി, വൺസ് ദ ടോപ്പ് സോയിൽ ഈസ് ലോസ്റ്റ്, വാട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ഈസ് ബാരൻ ലാൻഡ് ഓർ റോക്കി സർഫസ്. അപ്പം നമ്മുടെ മേൽമണ്ണ് ടോപ്പ് സോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വാട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്, പിന്നെ അവിടെ എന്തേ ഉള്ളൂ? ബാരൻ ലാൻഡ്, തരിശ് ഭൂമി, അല്ലെങ്കിൽ റോക്കി സർഫസ്, പാറ പ്രതലം. ഇറ്റ് വിൽ ടേക്ക് 1000 of years ഫോർ ദ ടോപ്പ് സോയിൽ ടു റീജനറേറ്റ്. അപ്പം നമുക്കറിയാം 1000 വർഷങ്ങൾ വീണ്ടും എടുക്കും. എന്തിനു വേണ്ടി? ഈ മണ്ണ് വീണ്ടും പുനരുജ്ജീവിക്കാൻ വേണ്ടി എത്ര വർഷം എടുക്കും? 1000 വർഷം എടുക്കും. ടോപ്പ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ കണ്ടിന്യൂയിങ് സ്പ്രൗട്ടിങ് ഓഫ് ലൈഫ്. അപ്പം പുതിയ നാമ്പ്, പുതിയ ജീവൻ ആ മണ്ണിൽ തുടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ടോപ്പ് സോയിൽ അത്യാവശ്യമാണ്. ഫോർ ദിസ് കൺസർവേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. അപ്പോൾ ഇതിനായിട്ട് എന്ത് വേണം? നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ മണ്ണിനെ. ബൈ വാട്ട് ഓൾ മീൻസ് ക്യാൻ വി കൺസർവ് ദ സോയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ സോയിലിനെ കൺസർവ് ചെയ്യാം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഹൗ ക്യാൻ വി കൺസർവ് സോയിൽ? എങ്ങനെ മണ്ണ് സംരക്ഷിക്കാം? എങ്ങനെ സംരക്ഷിക്കാം? ചെക്ക് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം നമ്മൾ ഒഴിവാക്കുക. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വിള തന്നെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യരുത്, മാറിയും തിരിഞ്ഞും കൃഷി ചെയ്യുക. ഇപ്പം പയർ കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് പാവൽ കൃഷി ചെയ്യണം, പിന്നെ ചീര കൃഷി ചെയ്യണം, അങ്ങനെ മാറിയും തിരിഞ്ഞും കൃഷി ചെയ്യുക. ടെറസ് ഫാമിംഗ് എലോങ് ഹിൽ സ്ലോപ്പ്, എന്താണ്, കുന്നിൻ ചരിവുകളിൽ ടെറസ് ഫാമിംഗ്, ടെറസായിട്ട് ഫാം ചെയ്യുക. ടെറസ് കണ്ടോ, അവിടെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ടെറസ് ഫാമിംഗ്, കണ്ടോ, തട്ടായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുക. കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ് എന്ന് പറഞ്ഞാൽ ഡാം വെട്ടി നിർത്തി, വെള്ളം വെട്ടി നിർത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് പ്ലാന്റിങ് ഓഫ് ട്രീസ് വെച്ച് പിടിപ്പിക്കുക. പ്ലാന്റിങ് ഓഫ് ട്രീസ്. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്? കൺസർവേഷൻ ഓഫ് സോയിൽ, എങ്ങനെ നമ്മൾ സോയിലിനെ കൺസർവ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്, അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എന്താണ് കൊടുത്തേക്കുന്നത്? Go on field visit and prepare project report on soil and human intervention. Points for data collection are, അപ്പോൾ ഇത് പ്രോജക്റ്റ്, അതൊന്നും വേണ്ട. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡേ ടു സെലിബ്രേറ്റ് സോയിൽ. സോയിലിന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡേ ഉണ്ട്, സോയിൽ ഡേ. വേൾഡ് സോയിൽ ഡേ എന്നാണ് ഡിസംബർ 15. വേൾഡ് സോയിൽ ഡേ ഡിസംബർ 15. The United Nations Organization observes the 15th of December as the World Soil Day. അപ്പം ഡിസംബർ 15 എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ് ഡിസംബർ 15 എന്ന് വേൾഡ് സോയിൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഫോർ ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. എന്തിനാ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആൾക്കാരിൽ മണ്ണിൻ്റെ
എന്താണ് പ്രത്യേകതയെ കൂടുതൽ ഊന്നിക്കാൻ വേണ്ടി. അപ്പോൾ 2015 ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ, അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്ന് പറയുന്നത് 2015 ആണ്. ലെറ്റ് us കൺസേർവ് സോയിൽ ടുഡേ ആൻഡ് ഫോറെവർ. നമുക്ക് മണ്ണിനെ കൺസേർവ് ചെയ്യാം ഇന്നേക്ക് വേണ്ടി നാളേക്ക് വേണ്ടിയും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ തീർന്നു. അതിൻ്റെ കുറച്ച് സമ്മറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. എർത്ത് ഇൻറ്റീരിയർ ഹാസ് എ ലേയേർഡ് സ്ട്രക്ചർ, അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. എർത്ത് നമ്മൾ പഠിച്ചു. ക്രസ്റ്റ് ഉണ്ട്, മാൻഡിലുണ്ട്, കോറുണ്ട്. ക്രസ്റ്റിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് സിയാല്, സീമ, മാൻഡിൽ അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ, കോർ ഇന്നർ കോർ ഔട്ടർ കോർ. സിയാലിൽ സിയാലും സീമയും അപ്പർ മാൻഡിലൂടെ ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്? ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. വെതറിങ് സംഭവിക്കുമ്പോൾ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ വെതറിങ് ഉണ്ട്. അതിന്റെ ഫലമായിട്ട് സോയിൽ ഫോം ചെയ്യുന്നു. പിന്നെ നമ്മൾ സോയിൽ ഡിപ്ലീഷൻ പഠിച്ചു, സോയിൽ കൺസർവേഷൻ പഠിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്സ് എന്നുള്ള ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇനി ആ ചാപ്റ്ററിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ എക്സാം ഇടുന്നതായിരിക്കും. ഓക്കെ.